ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മൾട്ടിവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ആയിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ ചില പ്രത്യേക മൾട്ടിവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഒരു ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടുള്ള ബൈവേരിയേറ്റ് എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് E.J. ഗുംബൽ എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിഷ്യനാണ്. സോ ദിസ് ഇസ് നോൺ ആസ് ഗുംബൽസ് ബൈവേരിയേറ്റ് എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അതിൻ്റെ PDF-ഉം കുറച്ച് ബേസിക് പ്രോപ്പർട്ടീസുമാണ് നമ്മളിവിടെ പഠിക്കുക. ഓക്കെ, അപ്പം ഇത് ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് x1 x2 എന്ന് പറയുന്ന ഒരു റാൻഡം വെക്ടറിലാണ്. അപ്പം നേരത്തെയൊക്കെ നമ്മൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ കൺസിഡർ ചെയ്യുമ്പം x എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ അല്ലെങ്കിൽ y എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ. അപ്പം ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പം ഒന്നെങ്കിൽ xy അല്ലെങ്കിൽ x1 x2 അങ്ങനെയാണ് നമ്മൾ അതിനെ നൊട്ടേറ്റ് ചെയ്യുക. എന്ന് പറയുന്ന ഒരു R2-വിലെ ഒരു റാൻഡം വെക്ടറിലാണ് നമ്മളത് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ PDF എന്ന് പറയുന്നത് f x1 x2 of x1 x2 equal to mu plus theta x1 into alpha plus theta x2 minus theta into e raised to minus of alpha x1 plus mu x2 plus theta x1 x2 where alpha and mu are greater than 0. Okay, are positive and theta x1 x2 are non-negative and this function PDF is 0 elsewhere. അപ്പോൾ ഇവിടുത്തെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് മ്യൂ, ആൽഫ ആൻഡ് തീറ്റ ആണ്. അപ്പം ഇങ്ങനെയാണ് ഗുംബൽസ് ബൈവേരിയേറ്റ് എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുക. ഓക്കെ, അപ്പം ഇതിൻ്റെ CDF എന്താണ് വരുന്നത് നോക്കാം. CDF നമ്മൾ കണ്ടുപിടിച്ച് കഴിയുമ്പം ഈ ഒരു ഫോമിലാണ് CDF-ൻ്റെ എക്സ്പ്രഷൻ വരുന്നത്. അപ്പം ഇതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഗുംബൽസ് ബൈവേരിയേറ്റ് എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് ബ്രീഫ് ഡിസ്കഷൻ എഴുതാൻ വരുമ്പോൾ നമ്മളതിൻ്റെ PDF, CDF, അതിൻ്റെ ബാക്കി ബേസിക് പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ എഴുതണം. ഓക്കെ, അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അതിൻ്റെ സർവൈവൽ ഫങ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിലയബിലിറ്റി ഫങ്ഷൻ. അതായത് 1 - CDF ആണ് റിലയബിലിറ്റി ഫങ്ഷൻ എന്ന് പറയുക. അപ്പം അത് നമ്മൾ ബൈവേരിയേറ്റ് വെക്ടറിൻ്റെ കേസിൽ പറയുമ്പം അതിൻ്റെ എക്സ്പ്രഷന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പം ഇവിടെ സർവൈവൽ ഫങ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നതും അതിൻ്റെ പ്രൂഫ് നമുക്ക് എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കാം. സോ ഇവിടുത്തെ സർവൈവൽ ഫങ്ഷൻ എന്ന് പറയുന്നത് R x1 x2 of x1 x2. ശ്രദ്ധിക്കണം, അതിൻ്റെ സഫിക്സ് ആയിട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സും ബ്രാക്കറ്റിനുള്ളിൽ സ്മോൾ ലെറ്റേഴ്സും ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് സാധാരണ ഇപ്പം എഫ് എക്സ് ഓഫ് സ്മോൾ എക്സ് അങ്ങനെയാണ് നമ്മൾ എഴുതുക. ഡിസ്ട്രിബ്യൂഷനെ നൊട്ടേറ്റ് ചെയ്യാനായിട്ട് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൽ അറ്റ് ദ പോയിന്റ് സ്മോൾ എക്സ് അങ്ങനെയാണ് നമ്മൾ അതിനെ ഉദ്ദേശിക്കുക. അപ്പം എന്താണ് റിലയബിലിറ്റി ഫംഗ്ഷൻ വന്നിരിക്കുക? e raised to minus alpha x1 plus mu x2 plus theta x1 x2. അപ്പോൾ ഇത് സിംഗിൾ വേരിയബിളിൻ്റെ കേസിലാണെങ്കിൽ 1 - CDF ആണ് റിലയബിലിറ്റി ഫംഗ്ഷൻ. പക്ഷെ ഇവിടെ നമ്മുടെ ബൈവേരിയേറ്റ് വെക്ടറിൻ്റെ കേസിൽ റിലയബിലിറ്റി ഫംഗ്ഷൻ്റെ എക്സ്പ്രഷൻ കാണാനായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. നമുക്ക് അത് വെച്ചിട്ടാണ് ഇതിൻ്റെ പ്രൂഫ് വരിക. ഇവിടുത്തെ എക്സ്പ്രഷൻ എങ്ങനെയാണ് വരിക? R x1 x2 of x1 x2 equal to 1 - f x1 of small x1 minus f x2 of small x2 plus f x1 x2 of small x1 x2. ഓക്കെ, അപ്പോൾ ഈ f x1 of small x1 എന്ന് പറയുന്നത് എന്താണ്? മാർജിനൽ CDF ഓഫ് x1. ഓക്കെ ആണല്ലോ. അപ്പം f x2 of small x2 എന്ന് പറയുന്നത് മാർജിനൽ PDF ഓഫ് റാൻഡം വേരിയബിൾ x2. അപ്പോൾ അതിൻ്റെ മാർജിനൽ PDF കാണാനായിട്ട് നമ്മൾ അതിൻ്റെ നൊട്ടേഷൻസ് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടിരുന്നു എങ്ങനെയാണ് മാർജിനൽ CDF, PDF ഒക്കെ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ CDF കാണാനായിട്ട് x2 ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പം ലിമിറ്റ് x2 ടെൻസ് ടു ഇൻഫിനിറ്റി f x1 x2 സ്മോൾ x1 x2 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് x1-ൻ്റെ മാർജിനൽ CDF കാണാം. അപ്പം എന്താണ് വാല്യൂ വന്നിരിക്കുക? 1 - e raised to minus alpha x1. അപ്പം നോക്കിക്കേ, ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ 1 - e raised to minus alpha x1 എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോർ x1 greater than or equal to 0 and this is exponential distribution with the parameter alpha and mean 1 by alpha.
അത് നിങ്ങൾ മനസ്സിലാക്കണം. ദിസ് ഈസ് എ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൽഫ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആൽഫ x1. ദാറ്റ് ഈസ് ദ PDF ഓഫ് എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ആൽഫ. അല്ലെങ്കിൽ അതിൻ്റെ മീൻ, അല്ലെങ്കിൽ മീൻ വെച്ച് പറയുകയാണെങ്കിൽ എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 1/α. ഓക്കെ, അപ്പം x1ന്റെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് നമുക്ക് കിട്ടി. സോ നമ്മൾ fx1 കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ fx2 കണ്ടുപിടിച്ച എന്ത് കിട്ടും? 1 മൈനസ് ഇ റേസ് ടു മൈനസ് മ്യൂ x2. അതായത് x2 ഫോളോസ് എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ മ്യൂ. അപ്പം x1ഉം x2ന്റെയും മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ fx1ഉം fx2ഉം fx1 x2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് എക്സ്പ്രഷൻ ഉപയോഗിച്ച് ആറിന്റെ വാല്യൂ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കിട്ടും. ഓക്കെ, ഇതിട്ടൊന്ന് ചെയ്ത് നോക്കുക. നമ്മൾ ആ റിസൾട്ട് കാണിച്ചതുപോലെ തന്നെ rx1 x2 കിട്ടും. ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ജോയിന്റ് PDF-നെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്. അപ്പം ഈ ഒരു കേസിൽ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓക്കെ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള PDF ആയിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം x1ന്റെ PDF കാണാനായിട്ട് എന്താണ് ജോയിന്റ് PDF-നെ വിത്ത് റെസ്പെക്ട് ടു x2 നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഫുൾ ലിമിറ്റ്സ് 0 to ഇൻഫിനിറ്റി നമ്മൾ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഏത് ഫോമിലാണ് കിട്ടുക? സോ ജോയിന്റ് PDF-നെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു x2 ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഇതിനെ i1 മൈനസ് i2 എന്ന് നമ്മൾ എഴുതുക നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന്. അതായത് മ്യൂ പ്ലസ് തീറ്റ x1 ഇൻറ്റു ആൽഫ പ്ലസ് തീറ്റ x2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആൽഫ x1 പ്ലസ് മ്യൂ x2 പ്ലസ് തീറ്റ x1 x2 ആണ് നമ്മുടെ i1 എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതേപോലെ i2 എന്താണ്? തീറ്റ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആൽഫ x1 പ്ലസ് മ്യൂ x2 പ്ലസ് തീറ്റ x1 x2 ആണ് i2. അപ്പം വിത്ത് റെസ്പെക്ട് ടു x2 നമ്മൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പം നമ്മൾ ആദ്യമേ i1 കൺസിഡർ ചെയ്യുവാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? x1ന്റെ ടേംസ് ഒക്കെ ഔട്ട്സൈഡ് എഴുതി ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ടേംസ് മാത്രം നമ്മൾ ഉള്ളിൽ നിർത്തി. അപ്പം നമ്മൾ ഇതിനെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇവിടെ ആൽഫ പ്ലസ് തീറ്റ x2 എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷനും ഇ റേസ് ടു മൈനസ് x2 ഇൻറ്റു മ്യൂ പ്ലസ് തീറ്റ x1 എന്ന് പറയുന്നത് സെക്കൻഡ് ഫംഗ്ഷനും. ഓക്കെ, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പം എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രേഷൻ ഓഫ് ദി സെക്കൻഡ് ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻ്റഗ്രേഷൻ ഓവർ ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് ഫംഗ്ഷൻ. അതാണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. അപ്പം അതുപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പം എങ്ങനെയാണ് ആൻസർ വരുന്നത് നോക്കാം. അത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക, വർക്കൗട്ട് ചെയ്ത് കിടപ്പുണ്ട്. അത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പം എങ്ങനെയാണ് ആൻസർ വരുന്നത്? സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് മ്യൂ പ്ലസ് തീറ്റ x1 ക്യാൻസൽ ആയി പോയിട്ട് ബാക്കി ഇ റേസ് ടു മൈനസ് ആൽഫ x1 ഇൻറ്റു ആൽഫ പ്ലസ് തീറ്റ ബൈ മ്യൂ പ്ലസ് തീറ്റ x1. ഓക്കെ, ഇതാണ് നമ്മുടെ i1ന്റെ ആൻസർ എന്ന് വരുന്നത്. ഓക്കെ, അപ്പം i2 നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം i2 ചെയ്യുമ്പോൾ നമുക്ക് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഒരു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ മാത്രം ഇൻ്റഗ്രേഷൻ ചെയ്യാനേ ഉള്ളൂ. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഇല്ലാതെ ഈസി ആയിട്ട് ആൻസർ കിട്ടും. അപ്പം അവിടെ i2ന്റെ ആൻസർ എന്താണ് വരുന്നത്? So I2 equal to theta into e raised to minus alpha x1 by mu plus theta x1. So fx1 or small x1 equal to i1 minus i2 ആണ്. That is alpha into e raised to minus alpha x1. ഓക്കെ, ഇത് വർക്കൗട്ട് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാത്തത്. നിങ്ങളിത് ചെയ്ത് നോക്കുക സ്വന്തമായിട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പം x1ന്റെ PDF എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആൽഫ x1 ഫോർ x1 non-negative and alpha greater than 0. Okay, this is the PDF of exponential distribution with the parameter alpha and mean 1 by alpha. Okay, parameter ഇവിടെ alpha ആണെങ്കിൽ mean എന്ന് പറയുന്നത് 1 by alpha ആയിരിക്കും. ഇപ്പോൾ parameter 1 by alpha ആണെങ്കിൽ mean alpha ആയിരിക്കും.
അത് എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ഓർത്തിരിക്കുക. അപ്പോൾ ഇതേപോലെ നമുക്ക് f(x2) ഓഫ് സ്മോൾ x2 കണ്ടുപിടിക്കാമല്ലോ. സോ x2ൻ്റെ PDF എന്ന് പറയുന്നത് mu into e raised to minus mu x2. ദാറ്റ് ഈസ് ദ PDF ഓഫ് എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ mu. അപ്പം x2ൻ്റെയും മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് x1ൻ്റെ ചെയ്ത പോലെ തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ഒരു ഭാഗം മാത്രം ഒരു പാർട്ടം പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി സിമിലർലി എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് ഇത് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പം മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ ഒരു പ്രോപ്പർട്ടിയാണ് കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ കാണുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് വരുന്നതെന്ന് നോക്കാം. സോ ഫോർ ഗിവൺ വാല്യൂ ഓഫ് x2 ദ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് x1, അതാണ് f of x given x2 എന്ന് പറയുന്നത്. എന്താണ്? ഫോർ ഗിവൺ വാല്യൂ ഓഫ് x2 ദ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് x1. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് കാണുക? ജോയിന്റ് PDF ഡിവൈഡഡ് ബൈ ഗിവൺ PDF. ഓക്കെ, ഏതാണ് ഗിവൺ വാല്യൂ അതിൻ്റെ PDF ആണ് ഡിനോമിനേറ്ററിൽ എഴുതുക. ഓക്കെ ആണല്ലോ. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും എക്സ്പ്രഷൻ നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ആൻസർ വരുന്നത്? സോ ഇതാണ് എക്സ്പ്രഷൻ വരിക. അപ്പോൾ അതിൻ്റെ സപ്പോർട്ട് എഴുതുമ്പോൾ നമ്മൾ ഏത് റാൻഡം വേരിയബിളിൻ്റെയാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ, ഏത് റാൻഡം വേരിയബിളിൻ്റെ ഫംഗ്ഷൻ ആയിട്ടാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ? x1 എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ ഫംഗ്ഷൻ ആണ്, x2 എന്ന് പറയുന്നത് ഒരു ഗിവൺ വാല്യൂ ആണ്. സോ സപ്പോർട്ട് എഴുതുമ്പോൾ നമ്മൾ x1ൻ്റെ ടേംസിലാണ് എഴുതേണ്ടത്. ഇപ്പോൾ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷനിൽ x1 x2 ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ ആ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആ ഡിപ്പെൻഡൻസിയാണ് നമ്മൾ സപ്പോർട്ടിൽ കാണിക്കേണ്ടത്. അപ്പം ഇവിടെ ഡിപ്പെൻഡൻ്റ് അല്ല. സോ ഡിപ്പെൻഡൻ്റ് ആണോ അല്ലയോ എന്ന് നമുക്കറിയത്തില്ല. നമുക്ക് അങ്ങനെ ഒരു നൊട്ടേഷൻ തന്നിട്ടില്ല. x1നെ x2നെയും കണക്ട് ചെയ്തുകൊണ്ട് ബൈവേരിയേറ്റ് ജോയിന്റ് PDF-ൻ്റെ സപ്പോർട്ടിൽ നമുക്കൊന്നും തന്നിട്ടില്ല. സോ വി ക്യാൻ റൈറ്റ് x1 greater than 0. So this is the conditional PDF of x1 for a given x2. Similarly, we can write the conditional PDF of x2 for given value of x1. Okay, ആ എക്സ്പ്രഷനും നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ കുറച്ച് നോട്ട്സ് തന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഒന്നാമത് എന്താണ്? വെൻ ആൽഫ ആൻഡ് മ്യൂ ആർ ഈക്വൽ ആൻഡ് ഈക്വൽ ടു 0, ദിസ് ഈസ് സ്റ്റാൻഡേർഡ് ബൈവേരിയേറ്റ് എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഡ്യൂ ടു ഗുംബൽ. അതായത് സ്റ്റാൻഡേർഡ് ബൈവേരിയേറ്റ് എക്സ്പൊണൻഷ്യലിൻ്റെ ഒരു എക്സ്പ്രഷൻ നമുക്ക് തന്നിട്ടുണ്ട്. 1 + θx2 × 1 + θx1 - θ × e raised to minus x1 + x2 + θx1 x2. ഓക്കെ, ഇനി θ = 0 ആകുമ്പം എന്താണ് സംഭവിക്കുക? x1 ആൻഡ് x2 ഇൻഡിപെൻഡൻ്റ് ആകും. സോ നമ്മളിവിടെ ആദ്യം പഠിച്ച ഡിസ്ട്രിബ്യൂഷനിൽ x1 x2 ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. പക്ഷെ θ = 0 ആകുന്ന കേസിൽ ആൽഫയും മ്യൂവും ഉണ്ടാവും. θ 0 ആവുന്ന കേസിൽ x1 ആൻഡ് x2 ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് നമുക്ക് കാണിക്കാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ജോയിന്റ് PDF നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആൽഫയും മ്യൂവും തീറ്റയും ഉള്ള കേസിൽ ജോയിന്റ് PDF മാർജിനൽ PDFസിന്റെ പ്രൊഡക്റ്റ് ആയിട്ടല്ല കിടക്കുന്നത്. പക്ഷെ θ 0 ആകുന്ന കേസിൽ അത് ജോയിന്റ് PDF-നെ മാർജിനൽ PDFസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. സോ വി ക്യാൻ സേ ദാറ്റ് x1 ആൻഡ് x2 ആർ ഇൻഡിപെൻഡന്റ്. അപ്പം നമുക്ക് കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ച് കണ്ടീഷണൽ മൊമെന്റ്സ് കാണാനായിട്ട് പോവാണ്. അപ്പം എക്സ്പെക്ടേഷൻ ഓഫ് x1 raised to r given x2, അതായത് ആർത്ത് മൊമെന്റ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം അതിനെ നൊട്ടേറ്റ് ചെയ്യുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് x1 raised to r given x2. അപ്പം അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഇന്റഗ്രൽ ഓവർ 0 to infinity x1 raised to r join PDF ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു x1, അതായത് dx1. x1ന്റെ ഫംഗ്ഷൻ ആണല്ലോ ഇത്. അപ്പം ഇങ്ങനെയാണ് കണ്ടീഷണൽ മൊമെന്റ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പം ആർത്ത് മൊമെന്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് മീനും വേരിയൻസും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യമേ നമ്മൾ ഇതിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് കാണാൻ പോവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുമ്പം ആൽഫ ആൻഡ് മ്യൂ ആർ 1 എന്നെടുത്തുകൊണ്ടാണ് നമ്മൾ ആൽഫയ്ക്കും മ്യൂവിനും 1 കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ എക്സ്പ്രഷൻ കാണാനായിട്ട് പോകുന്നത്. എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇതിനകത്ത് x2ന്റെ ടേംസ് നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. x2ന്റെ ടേംസ് തീറ്റയുടെ ടേംസ് ഒക്കെ ഔട്ട്സൈഡ് എടുക്കാം. x1 വരുന്ന ടേംസ് മാത്രം നമ്മൾ ഇൻ്റഗ്രേഷനുള്ളിൽ കൺസിഡർ ചെയ്താൽ മതി. അപ്പം നമുക്ക് എക്സ്പൊണൻഷ്യൽ
x1 പ്ലസ് തീറ്റ x1 x2 എന്നുള്ളത് x1 നമുക്ക് ഔട്ട്സൈഡ് എടുത്ത് 1 പ്ലസ് തീറ്റ x2 ഇൻറ്റു x1 എന്ന് കൺസിഡർ ചെയ്യാം. കാരണം വിത്ത് റെസ്പെക്ട് ടു x1 ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കുക 1 പ്ലസ് തീറ്റ x2 നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. 1 പ്ലസ് തീറ്റ x1 മൈനസ് തീറ്റ ബ്രാക്കറ്റിനുള്ളിലാണ്. അപ്പം അത് ഇൻറ്റു x1 റേസ് ടു r e റേസ് ടു മൈനസ് ഓഫ് 1 പ്ലസ് തീറ്റ x2 ഇൻറ്റു x1. അപ്പം അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ട് വേണം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. അപ്പം ഗാമ ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ ഗാമ PDF-ൻ്റെ ഗാമ ഡെൻസിറ്റിയുടെ ടേംസിലാണ് നമുക്ക് എല്ലാം വരുന്നത്. സോ നമുക്കറിയാം ഗാമ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 0 to infinity x raised to p minus 1 e raised to minus mx dx എന്ന് പറയുന്നത് ഗാമ ഓഫ് p by m raised to p. അപ്പോൾ നമുക്ക് ഗാമ ഡെൻസിറ്റി അതായത് ലിമിറ്റ് 0 to ഇൻഫിനിറ്റിയും ഫംഗ്ഷൻ്റെ ഉള്ളിൽ x raised to some values, ഓക്കെ, ആൻഡ് ഈ എക്സ്പൊണൻഷ്യലിൻ്റെ ഫംഗ്ഷൻ ഇത്രയും നമുക്കുണ്ടെങ്കിൽ നമുക്കതിനെ x raised to p minus 1 ഇൻറ്റു e raised to minus mx ആ ഒരു ഫോമിൽ അതിനെ എഴുതിയിട്ട് അതിൻ്റെ വാല്യൂ ആയിട്ട് ഗാമ പി ബൈ എം റേസ് ടു പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റഗ്രേഷൻ എളുപ്പത്തിൽ നടക്കും. സോ ദിസ് ഈസ് ദി ഗാമ ഫംഗ്ഷൻ. ഓക്കെ, ഗാമ ഡെൻസിറ്റി ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ഇൻ്റഗ്രേഷനാണ്. ഓക്കെ, അപ്പം ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ വാല്യൂസ് കണ്ടുപിടിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഗാമ പി എന്ന് പറയുന്നത് എന്താണ്? പി മൈനസ് 1 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പം x റേസ് ടു r ആണ് നമുക്ക് കിടക്കുന്നതെങ്കിൽ നമ്മളതിനെ x റേസ് ടു r പ്ലസ് 1 മൈനസ് 1 എന്ന് പറയുന്ന ഫോമിലാക്കുക. അപ്പം p എന്ന് പറയുന്നത് r പ്ലസ് 1 ആകും. അപ്പം നമുക്ക് ഗാമ p എന്ന് പറയുന്നത് ഗാമ r പ്ലസ് 1 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പം ഗാമ r പ്ലസ് 1 എന്താണ്? r ഫാക്ടോറിയൽ. ഓക്കെ, ആ ഒരു ഫോമിലാണ് നമ്മൾ ഇതിൻ്റെ ആൻസർ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ എക്സ്പ്രഷനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് എന്താണ് ആൻസർ കിട്ടുക? സോ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 3 ടേംസ് ആണിത്. അപ്പോൾ അതിന് കോമൺ ആയിട്ട് 1 പ്ലസ് തീറ്റ x2 നമ്മൾ ഔട്ട്സൈഡ് എടുത്തു. ഓക്കെ, ഇതാണ് 3 ടേംസ്. അപ്പം ഈ 3 ടേംസും നമ്മൾ നേരത്തെ കണ്ട ഗാമയുടെ ഡെൻസിറ്റി ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ആൻസർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ്. അപ്പം ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർത്ത് മൊമെൻറ്റ് കിട്ടും. അപ്പം എന്താണ് ആൻസർ എന്ന് നോക്കാം. സോ ആർത്ത് മൊമെൻറ്റ് ഈസ് r ഫാക്ടോറിയൽ ബൈ 1 ബൈ തീറ്റ x2 റേസ് ടു r പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് തീറ്റ x2 പ്ലസ് r തീറ്റ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളണം, ഇവിടെ x2വിന് ഗിവൺ വാല്യൂ സ്മോൾ x2 ഉള്ളത് കൊണ്ടാണ് ഈ എക്സ്പ്രഷൻ്റെ അകത്ത് x2 വന്നിരിക്കുന്നത്. കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. x2 ഇസ് എ ഗിവൺ വാല്യൂ. സോ ഇതിനകത്ത് x2 വരുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ എക്സ്പെക്റ്റേഷൻ ആണ് x1ൻ്റെ വാല്യൂ വരാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പോൾ ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് മീനും വേരിയൻസും കണ്ടുപിടിക്കാം. അപ്പം മീൻ കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? എക്സ്പെക്റ്റേഷൻ ഓഫ് x1 ആണ് സാധാരണയായിട്ട് നമ്മൾ മീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് x1 ഗിവൺ x2 ദാറ്റ് ഈസ് ഫോർ r ഈക്വൽ ടു 1. അപ്പം മീൻ വാല്യൂ എന്ത് കിട്ടും? സോ കണ്ടീഷണൽ മീൻ എന്ന് പറയുന്നത് 1 plus theta x2 plus theta divided by 1 plus theta x2 the whole square. ഇനി കണ്ടീഷണൽ വേരിയൻസ് കാണാനായിട്ട് നമുക്കറിയാം, വേരിയൻസ് കാണാൻ എക്സ്പെക്റ്റേഷൻ ഓഫ് x സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x1 ദ ഹോൾ സ്ക്വയർ ആണ്. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് x സ്ക്വയർ ഗിവൺ x2 കാണുമ്പം എന്താണ്? r ഈക്വൽ ടു 2. 2 ഫാക്ടോറിയൽ 2 തന്നെയാണ്. ദാറ്റ് ഈസ് 2 ഇൻറ്റു 1 പ്ലസ് തീറ്റ x2 പ്ലസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് തീറ്റ x2 ദ ഹോൾ ക്യൂബ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് വേരിയൻസ് കാണാനായിട്ട് എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് x1 സ്ക്വയർ ഗിവൺ x2 മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x1 ഗിവൺ x2 സ്ക്വയർ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേരിയൻസ് കിട്ടും. അപ്പം വേരിയൻസിൻ്റെ എക്സ്പ്രഷൻ എന്താണ് വരുന്നത്? സോ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പം x1ന് പകരം x2ന് പകരം x1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി വിൽ ഗെറ്റ് ദിസ് ആസ് ദ വേരിയൻസ് ഓഫ് x2 ഗിവൺ x1. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ വേരിയൻസിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്.
ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ജോയിന്റ് ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് x1 ഇൻറ്റു x2, x1 x2ൻ്റെ എക്സ്പെക്ടേഷൻ, കണ്ടീഷണൽ എക്സ്പെക്ടേഷൻ അല്ല പറയുന്നത്, എക്സ്പെക്ടേഷൻ ഓഫ് x1 x2 നമ്മൾ ജോയിന്റ് PDF നിന്ന് കാണുമ്പം നമുക്ക് കിട്ടുന്നത് 1/θ ഇൻറ്റു e⁻1/θ i ഓഫ് 1/θ. അപ്പോൾ ഈ i ഓഫ് 1/θ എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ഗാമ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ഫോമിലാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ ഓഫ് x1 x2 കിട്ടുക. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് x1 x2ൻ്റെ കോറിലേഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പം കോറിലേഷൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ആൽഫയും മ്യൂവും 1 ആണ് എന്ന അസംഷനിലാണ് നമ്മളിത് കാണുന്നത്. അപ്പം ആൽഫയും മ്യൂവും 1 ആണെങ്കിൽ x1ൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് x2ൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. അപ്പോൾ അതിൻ്റെ മീനും വേരിയൻസും 1 ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ കോറിലേഷൻ കാണുമ്പോൾ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് x1, എക്സ്പെക്ടേഷൻ ഓഫ് x2, വേരിയൻസ് ഓഫ് x1, വേരിയൻസ് ഓഫ് x2 ഇത്രയും വാല്യൂസ് 1 ആയിരിക്കും. സോ കോറിലേഷൻ ഈസ് expectation of x1 x2 minus 1, that is 1/θ e⁻1/θ i of 1/θ minus 1. അപ്പം ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. അടുത്ത പ്രോപ്പർട്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് യൂണിവേരിയേറ്റിലെ ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി നിങ്ങൾ എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനകത്ത് പഠിച്ചു കാണും. അതേപോലെ ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ അകത്ത് ബൈവേരിയേറ്റ് ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി, അതായത് ബൈവേരിയേറ്റ് എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന് ബൈവേരിയേറ്റ് ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി, അതിന് പകരമായിട്ട് ബൈവേരിയേറ്റ് മീൻ റെസിജ്വൽ ലൈഫ് കോൺസ്റ്റൻസി എന്നൊരു ടേം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പം അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം നമ്മുടെ റാൻഡം വെക്റ്റർ x1 x2 ആണ്. അതിൻ്റെ റിയലൈസേഷൻ, അതിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് t1 t2 റിയലൈസേഷൻ വെക്റ്റർ ആണ്. അതായത് റിയൽ വാല്യൂ വെക്റ്റർ ആണ് t1 t2 എന്ന് പറയുന്നത്. ദിസ് വെക്റ്റർ x1 x2 ടേക്സ് ദ വാല്യൂ t1 t2. അങ്ങനെയാണെങ്കിൽ ദിസ് മീൻ റെസിജ്വൽ ലൈഫ് കോൺസ്റ്റൻസി ഈസ് ഗിവൺ ബൈ എക്സ്പെക്ടേഷൻ ഓഫ് xi മൈനസ് ti ഗിവൺ x ബാർ ഗ്രേറ്റർ ദാൻ t ബാർ. അതായത് ഈ x അണ്ടർ ബാർ എന്ന് പറയുന്നത് x1 x2 എന്ന് പറയുന്ന ആ വെക്റ്ററിനെയാണ് സൂചിപ്പിക്കുക. ഓക്കെ, t അണ്ടർ ബാർ എന്ന് പറയുന്നത് t1 t2 എന്ന് പറയുന്ന വെക്റ്ററിന്. That is x1 greater than t1, x2 greater than t2. That is equal to expectation of xi given x3 minus i greater than t3 minus i for i equal to 1 and 2. Okay, അപ്പം i equal to 1നും i equal to 2നും ഇത് ഡയറക്റ്റ് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക. അതിൻ്റെ ജനറൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഇതെന്താണ്? യൂണിവേരിയേറ്റിലെ ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടിക്ക് പകരം ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. അപ്പം ബൈവേരിയേറ്റ് എക്സ്പൊണൻഷ്യലിന്റെ ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് എഴുതേണ്ടത്. അപ്പം ഈ ഒരു എക്സ്പ്രഷൻ മാത്രം പോരാ, ഇതിന്റെ ഡീറ്റെയിൽസ് വേണം. ഇതിനെ നമ്മൾ ബൈവേരിയേറ്റ് മീൻ റെസിജ്വൽ ലൈഫ് കോൺസ്റ്റൻസി എന്നാണ് വിളിക്കുക. ഇത് ഓർത്തിരിക്കുക. സോ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്ക് യൂണിവേരിയേറ്റ് കേസിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ദാറ്റ് ഈസ് ഫോർ എ നോൺ നെഗറ്റീവ് റാൻഡം വേരിയബിൾ y, എക്സ്പെക്ടേഷൻ ഓഫ് ക്യാപിറ്റൽ Y മൈനസ് സ്മോൾ y റേസ്ഡ് ടു k given y greater than or equal to small y equal to expectation of y raised to k if and only if y is an exponential random variable. അപ്പോൾ ഇത് യൂണിവേരിയേറ്റ് കേസിലാണ് നമുക്ക് ഈ ഒരു റിസൾട്ട് ഉള്ളത്. അപ്പം അതിന് അനലോഗസ് ആയിട്ട് ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷനെ, ബൈവേരിയേറ്റ് എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനെ ക്യാരക്ടറൈസ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്, ഒരു എക്സ്പ്രഷനാണ് എക്സ്പെക്ടേഷൻ ഓഫ് xi മൈനസ് ti ഹോൾ റേസ് ടു k ഗിവൺ x bar greater than t bar equal to expectation of xi raised to k given x3 minus i greater than t3 minus i. ഇതെന്ന് പറയുന്നത് ഈ യൂണിവേരിയേറ്റിന്റെ മോളത്തെ എക്സ്പ്രഷന് അനലോഗസ് ആയിട്ടുള്ള ബൈവേരിയേറ്റ് കേസിലെ എക്സ്പ്രഷനാണ്. അപ്പം ഇതും ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷന്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് ഓർത്തിരിക്കുക. അപ്പം ഗുംബൽസ് ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് ഇത്ര കാര്യങ്ങളാണ് ഉള്ളത്. അതിൽ മെയിനായിട്ട് നിങ്ങൾ ഓർക്കേണ്ടത് അതിൻ്റെ സർവൈവൽ ഫങ്ഷൻസ്, PDF, CDF, സർവൈവൽ ഫങ്ഷൻ, മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ്, കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ, കണ്ടീഷണൽ മൊമെന്റ്സ്. ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ എഴുതാൻ പറഞ്ഞാൽ പോലും നിങ്ങൾക്ക്
2-3 പേജ് എഴുതാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പം അടുത്ത ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.